നമ്മുടെ മുഖ്യമന്ത്രിക്ക് പുതിയ കാറ് മേടിക്കാൻ 1,10,00,000 രൂപ അലോക്കേറ്റ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ലക്ഷറി കാർ ഉപയോഗിച്ചത് കേരളത്തിലാണ്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് അദ്ദേഹം ബെൻസ് തൻ്റെ ഒഫീഷ്യൽ വാഹനമാക്കി. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല 19 മന്ത്രിമാരിൽ 13 പേർക്ക് വേണ്ടിയും അന്ന് ബെൻസും ഫോർഡും ടൊയോട്ടയും ഒക്കെ ഇമ്പോർട്ട് ചെയ്തു. അന്നത്തെ ഇറിഗേഷൻ മിനിസ്റ്റർ ആയിരുന്ന MP ഗംഗാധരന്റെ ഒഫീഷ്യൽ വണ്ടിയും ബെൻസ് തന്നെയായിരുന്നു. ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരുന്ന ബാലകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്നത് ഇമ്പോർട്ട് ചെയ്ത ടൊയോട്ട കാറും. ഇമ്പോർട്ടഡ് വണ്ടി കിട്ടിയില്ലെങ്കിൽ പ്രതിഷേധമായിട്ട് പദയാത്ര വരെ നടത്തുമെന്ന് പറഞ്ഞ മന്ത്രിമാർ പോലും ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. പിന്നീട് സർക്കാർ മാറി EK നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ യാത്രയ്ക്ക് നല്ലത് ബെൻസ് ആണെന്ന കരുണാകരന്റെ സജഷനിൽ അദ്ദേഹം തന്റെ ഒഫീഷ്യൽ വാഹനവും ബെൻസ് തന്നെയാക്കി മാറ്റി. ഇന്ന് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും വില കൂടിയ ലക്ഷറി വണ്ടികളാണ് ഉപയോഗിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ ഉപയോഗിക്കുന്നത് ലെക്സസും ലാൻഡ് ക്രൂസറും. കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ തന്റെ ഒഫീഷ്യൽ വെഹിക്കിൾ ടൊയോട്ടയുടെ വെൽഫെയർ ആക്കി മാറ്റാൻ പോകുന്നു. UP CM ആയിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ ഒഫീഷ്യൽ വെഹിക്കിൾ ബെൻസിന്റെ SUV. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ ഉപയോഗിക്കുന്നത് BMW-ന്റെ 5 സീരീസ് വണ്ടി. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ ഉപയോഗിക്കുന്നത് ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ. പക്ഷെ ആ ഡിഫൻഡർ അദ്ദേഹത്തിന്റെ മകന്റെ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് വണ്ടിയാണ്. ഇങ്ങനത്തെ ലക്ഷറി വണ്ടികൾ ഉപയോഗിക്കാത്ത മുഖ്യമന്ത്രിമാരുണ്ട്. വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി ഉപയോഗിക്കുന്നത് മഹീന്ദ്രയുടെ ഒരു SUV ആണ്. നമ്മുടെ മുഖ്യമന്ത്രി പുതിയ വണ്ടി വാങ്ങാൻ പോകുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്?